പോകുന്നത് ജമ്മുവിലേക്കാണ്. ജമ്മുവിൽ ശ്രീനാഥ് ചന്ദ്രനുണ്ട്. ശ്രീനാഥ്, ഈ ആക്രമണങ്ങളുടെയൊക്കെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആണല്ലോ പലായനം എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ നമുക്കറിയാം പല ഗ്രാമങ്ങളിൽ നിന്നും കയ്യിൽ കിട്ടിയതും എടുത്തുകൊണ്ട് ആശങ്കയോടുകൂടെ അവരുടെ ബന്ധുക്കളുടെയൊക്കെ വീടുകളിലേക്ക് പോയ നിരവധി പേരുണ്ട്. പ്രത്യേകിച്ച് ഈ ചൗക്കിബാലയിൽ നിന്നൊക്കെ വളരെ മുന്നേ തന്നെ ഈ പലായനം ആരംഭിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ തിരികെ എത്താൻ തുടങ്ങിയോ? എത്രത്തോളം സാധാരണഗതിയിലേക്കാണ് ജമ്മു ഇപ്പോൾ നീങ്ങുന്നത്? കൃഷിന ഇപ്പോഴും ക്യാമ്പുകളിൽ ആളുകൾ കഴിയുന്നുണ്ട്. അതിൽ ഭൂരിഭാഗത്തിനും തിരികെ പോകാൻ ഭയമുണ്ട് എന്നത് നമുക്ക് നേരിട്ട് ഇന്നലെ തന്നെ ബോധ്യപ്പെട്ടതാണ്. അവർക്ക് കാലാകാലങ്ങളായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ ആദ്യ മുറിവുകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നവരാണ്. പലപ്പോഴും ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടെങ്കിൽ പോലും ലൈൻ ഓഫ് കൺട്രോളിൽ നിയന്ത്രണ രേഖയിൽ പലപ്പോഴും വെടിവെപ്പ് ഉണ്ടാവാറുണ്ട്. അതൊക്കെ തന്നെ അവരുടെ ജീവിതത്തെ ദുരിതപൂർണ്ണമാക്കാറുമുണ്ട്. ഈ സമീപകാലത്ത് അത് ഇത്രയധികം വഷളായ സ്ഥിതിക്ക് അതിൻ്റെ ഒരു ഞെട്ടൽ, അതിൻ്റെ ഒരു കൂടിയ ഭയം ഒക്കെ അവർക്കുണ്ട്. അങ്ങനെയാണ് അവരെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതും ഇപ്പോൾ തിരികെ പോകാൻ അവർ ഭയക്കുന്നതും. മറ്റെവിടേക്കെങ്കിലും ഒന്ന് മാറ്റി താമസിക്കാൻ പറ്റുമോ എന്നുവരെ ഇന്നലെ ചിലർ നമ്മളവിടെ ഈ ക്യാമ്പുകളൊന്നിൽ പോയി സംസാരിച്ചപ്പോൾ അതിൽ ചിലർ നമ്മളുടെ അടുത്ത് വന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ക്യാമ്പുകൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം വെടിനിർത്തലിന് ഇരു രാജ്യങ്ങളും തയ്യാറായി ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായതിന് ശേഷവും പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടായി നമ്മൾ കണ്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട് മടങ്ങിപ്പോകണ്ട എന്നുള്ളൊരു തീരുമാനം ജനങ്ങൾക്കിടയിലുണ്ട്. ക്യാമ്പ് നടത്തുന്ന ആളുകളും ആ തരത്തിൽ അവരെ മടക്കി വിടാൻ തിരക്ക് കൂട്ടുന്നുമില്ല. ജമ്മുവിൽ പൊതുവെ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെയുള്ള ഒരു ശാന്തത കാണാം. പക്ഷേ ജനങ്ങൾക്കിടയിൽ ഒരു ജാഗ്രതയുണ്ട് എന്ന് പറയാതെ വയ്യ. കടകൾ ഏതാണ്ട് ഭൂരിഭാഗവും ഇപ്പോഴും അടഞ്ഞു കിടക്കുന്നു. പിന്നെ സ്വാഭാവികമായി ഈ രാവിലെ ഇപ്പോഴത്തെ കാഴ്ചയിലും ഏതാണ്ട് എല്ലാ കടകളും അടഞ്ഞു കിടക്കുന്നു. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പോലും വളരെ കുറച്ച് കടകളൊക്കെ തുറക്കുന്നുള്ളൂ. ബ്ലാക്ക് ഔട്ട് പൂർണ്ണ അർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും തെരുവ് വിളക്കുകളും മറ്റും പൂർണ്ണമായി അണഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ വീടുകളിലേക്ക് ആളുകൾ വൈകിട്ട് മടങ്ങുന്ന തരത്തിലൊക്കെയാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഡ്രോൺ ആക്രമണത്തിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചതാണ്. ഡ്രോണും ഷെല്ലുകളും ഒക്കെ വീണ് പതിച്ച് ഇവിടെ ചില വീടുകൾക്ക് കേടുപാടുകൾ പറ്റിയത് നമ്മൾ വന്ന ആദ്യ ദിനം തന്നെ നമ്മൾ കണ്ടതാണ്. ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ജമ്മുവിലേക്ക് ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അതിർത്തിയിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള തൊട്ടടുത്ത അതിർത്തി മേഖലയായ ആർഎസ്പുരയിലേക്കൊക്കെ പോയതാണ്. അവിടെ നിന്ന് ഇത്ര ദൂരം സഞ്ചരിച്ച് ഷെല്ലുകളും മറ്റും വീഴുന്ന ഒരു അനുഭവം യഥാർത്ഥത്തിൽ ജമ്മു നഗരവാസികൾക്ക് സാധാരണ ഉണ്ടായിരുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓർമ്മകൾ പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് അത്തരമൊരു വീട്ടിൽ നമ്മൾ പോയപ്പോൾ ആ വീട്ടുകാരി നമ്മളോട് പറഞ്ഞത്. അങ്ങനെ നഗരം അങ്ങനെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയത് കൊണ്ട് ആ ഒരു ജാഗ്രത, കരുതലൊക്കെ തന്നെ മുന്നോട്ടുള്ള ദിവസങ്ങളും ഉണ്ടാവും. പൂർണ്ണ അർത്ഥത്തിൽ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി എന്ന് പറയണമെങ്കിൽ മാനസികമായി പോലും അവർക്ക് ആ ധൈര്യവും സമാധാനവും കിട്ടേണ്ടതുണ്ട്. അതിന് കുറച്ചധികം ദിവസം ഇപ്പോഴുള്ള ഒരു വെടിനിർത്തൽ, ശാന്തത, സമാധാനപൂർവമായ ജീവിതം, അത് കുറച്ചധികം ദിവസം കൂടി നീണ്ടു നിൽക്കേണ്ടി വരും. ഏതായാലും ജനങ്ങൾ ഇപ്പോഴും ഒരു ജാഗ്രതയിൽ തുടരുന്നു എന്നത് തന്നെയാണ്. ജമ്മുവിന് പുറത്തുള്ള ഇതിൻ്റെ അടുത്തുള്ള ജില്ലകളിലൊക്കെ തന്നെ ഏതാണ്ട് ഇതേ കണക്ക് തന്നെയാണ്. സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണ അർത്ഥത്തിലാവണമെങ്കിൽ അവരുടെ സാധാരണ ജീവിതം, വിനോദസഞ്ചാരമാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഉപജീവന മാർഗം. അതിന് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തണം. അവരെത്തണമെങ്കിൽ വിനോദസഞ്ചാരികൾക്ക് അത്തരമൊരു ആത്മവിശ്വാസം, ഇവിടെ മറ്റു പ്രശ്നങ്ങളില്ല എന്നുള്ള ആത്മവിശ്വാസം കിട്ടണം. കഴിഞ്ഞ ദിവസം ദാൽ തടാകക്കരയിൽ നിന്ന് ബൽറാം റിപ്പോർട്ട് ചെയ്ത് നമ്മൾ കണ്ടതാണ്. അവിടെ ഒരു ടൂറിസ്റ്റ് പോലും, ഒരു വിനോദസഞ്ചാരി പോലും വന്നില്ല എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതം ഏതാണ്ട് നിശ്ചലമായി, സാമ്പത്തികമായി അവർക്ക് മറ്റൊരു വരുമാനമില്ലാത്ത തരത്തിൽ നിശ്ചലമായി നിൽക്കുകയാണ്. അപ്പോൾ പൂർണ്ണ അർത്ഥത്തിൽ ജമ്മു അടക്കം ശ്രീനഗർ അടക്കമുള്ള പൂർണ്ണമായി സംസ്ഥാനം സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി എന്ന് പറയണമെങ്കിൽ ഈ വിനോദസഞ്ചാരം അടക്കമുള്ള കാര്യങ്ങൾ പഴയപടി ആവേണ്ടതുണ്ട്. അതിന് ഇപ്പോഴത്തെ സമാധാന അന്തരീക്ഷം കുറച്ചധികം ദിവസങ്ങൾ നീണ്ടു നിൽക്കേണ്ടി വരും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്രിസ്റ്റീന.